നമസ്കാരം. പ്രധാന വാർത്തകൾ. ഒല്ലൂർ നിയോജക മണ്ഡലത്തിന്റെ എല്ലാ മേഖലകളെയും ചേർത്ത് പിടിച്ച ബജറ്റാണ് ധനമന്ത്രി അവതരിപ്പിച്ചതെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരുമാറ്റി പദ്ധതിയുടെ അന്തസത്ത നശിപ്പിച്ചതായി DCC പ്രസിഡന്റ് ജോസഫ് ടാജൻ. മാടക്കത്ര പഞ്ചായത്ത് വയോജനങ്ങൾക്ക് വീടൊരുക്കുന്നതിന്റെ ശിലാസ്ഥാപനം പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര ഉദ്ഘാടനം ചെയ്തു. പടിഞ്ഞാറ് വെള്ളാനിക്കര ആണ്ടുണ്ണി ദേവർ ശിവക്ഷേത്രം പ്രതിഷ്ഠാ ദിനം വിവിധ പരിപാടികളോടെ സമാപിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ഒല്ലൂർ നിയോജക മണ്ഡലത്തിൽ വികസന വസന്തം തീർക്കുന്നതും സമസ്ത മേഖലകളെയും ചേർത്ത് പിടിച്ച ബജറ്റാണ് ധനമന്ത്രി അവതരിപ്പിച്ചത് എന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. സംസ്ഥാന ബജറ്റിൽ ഒല്ലൂർ നിയോജക മണ്ഡലത്തിൽ 137.70 കോടി രൂപയുടെ പദ്ധതികൾക്ക് തുക അനുവദിച്ചതായി റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചു. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് തുടർ പ്രവർത്തനങ്ങൾക്ക് 60 ലക്ഷം, KFRI തുടർ പ്രവർത്തനങ്ങൾക്ക് 132.0 ലക്ഷം, PG ടൂറിസം പദ്ധതിയുടെ വികസന പ്രവർത്തനത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് 100 ലക്ഷം, ചെമ്പൂത്ര ക്ഷേത്രം റോഡ് അഭിവൃദ്ധിപ്പെടുത്തൽ 200 ലക്ഷം, കശുമാവ് റോഡ് അഭിവൃദ്ധിപ്പെടുത്തൽ 200 ലക്ഷം, നീലിപ്പാറ മണിയൻകിണർ റോഡ് നവീകരണം 200 ലക്ഷം, പുഴമ്പള്ളം കൈരളി മണ്ണാവ് തെങ്ങുംതറ പല്ലുതേവർ തുളിയാൻകുന്ന് പാലങ്ങളുടെ നിർമ്മാണം 250 ലക്ഷം, പുഞ്ചിരിപ്പാടം റോഡ് അഭിവൃദ്ധിപ്പെടുത്തലും സൗന്ദര്യവൽക്കരണവും 100 ലക്ഷം, ആശാരിക്കാട് ഗവൺമെന്റ് UP സ്കൂൾ ഗ്രൗണ്ട് നിർമ്മാണം 200 ലക്ഷം, കച്ചിത്തോട് ഡാം നവീകരണം 2ാം ഘട്ടം 300 ലക്ഷം, വഴക്കുംപാറ കുളം നവീകരണം 200 ലക്ഷം, രാമൻചിറ നവീകരണം 100 ലക്ഷം, കട്ടിലപ്പൂവം ചെന്നിക്കര പുല്ലങ്കണ്ട റോഡ് അഭിവൃദ്ധിപ്പെടുത്തൽ 500 ലക്ഷം, നെടുപുഴ മദാമത്തോപ്പ് റോഡ് അഭിവൃദ്ധിപ്പെടുത്തൽ 1000 ലക്ഷം, പുത്തൂർ കുരിശുമൂല ജംഗ്ഷൻ വികസനം 500 ലക്ഷം, നടത്തറ പഞ്ചായത്ത് ഓഫീസ് കെട്ടിട നിർമ്മാണം 1000 ലക്ഷം, താണിക്കുടം പുഴ നവീകരണം 2ാം ഘട്ടം 1000 ലക്ഷം, മുല്ലക്കര മുളയം റോഡ് അഭിവൃദ്ധിപ്പെടുത്തൽ 300 ലക്ഷം, വെള്ളാനിക്കര കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ കെട്ടിട നിർമ്മാണം 1000 ലക്ഷം, PG ITI കെട്ടിട നിർമ്മാണം 1500 ലക്ഷം, മുളയം വാട്ടർ ടാങ്ക് പള്ളിക്കണ്ടം കൂട്ടാല റോഡ് അഭിവൃദ്ധിപ്പെടുത്തലും മുട്ടിപ്പാലം നിർമ്മാണവും 1200 ലക്ഷം, പുത്തൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയം 1500 ലക്ഷം, ഒല്ലൂർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ നവീകരണം 500 ലക്ഷം. ഇങ്ങനെയാണ് പദ്ധതികൾ. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി 7ൽ നിന്നും മഹാത്മാഗാന്ധിയുടെ പേര് നീക്കം ചെയ്ത് പുതിയ നിയമനിർമ്മാണം നടത്തി മോദി സർക്കാർ ആ പദ്ധതിയുടെ അന്തസത്ത നശിപ്പിച്ചുവെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജൻ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. കർഷക കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ AG's ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തൊഴിലാളികളെയും കർഷകരെയും ദ്രോഹിക്കുന്ന പുതിയ നിയമനിർമ്മാണമാണ് മോദി സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത്. അത് പിൻവലിക്കുന്നതുവരെ സമരങ്ങളുമായി കോൺഗ്രസ് മുന്നോട്ടു പോകും. TV ചന്ദ്രമോഹൻ മുൻ MLA പ്രഭാഷണം നടത്തി. KPCC സെക്രട്ടറി സുനിൽ അന്തിക്കാട്, DCC സെക്രട്ടറി സിജോ കടവിൽ, കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി MB സജീവ്, സെക്രട്ടറിമാരായ KN സജീവൻ, KN ഗോവിന്ദൻകുട്ടി, TN നമ്പീശൻ, അശോകൻ പൊറ്റേക്കാട്, രാധാകൃഷ്ണൻ, KA ഗോവിന്ദൻ, അരുൺകുമാർ, ജില്ലാ സെക്രട്ടറിമാരായ ഷാജി ചിറ്റിലപ്പള്ളി, K മോഹൻദാസ്, രാംകുമാർ എളനാട്, ജോസഫ് ജോർജ് പന്തല്ലൂക്കാരൻ എന്നിവർ പ്രസംഗിച്ചു. പണം നൽകാതെ സ്വന്തമാക്കാം പുതുപുത്തൻ വസ്ത്രങ്ങൾ. ഡ്രസ് ബാങ്കുമായി വടക്കാഞ്ചേരി ഗേൾസ് ഹൈസ്കൂൾ. പ്രശംസകളോടെ സിറ്റി പോലീസ് കമ്മീഷണർ. പണമില്ലാതെ വസ്ത്രങ്ങൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്കൂളിലേക്ക് വരാം. അനുയോജ്യമായ വസ്ത്രങ്ങൾ തിരഞ്ഞെടുത്ത് കൊണ്ടുപോകാം. മാനസിക ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ അനുവാദമില്ലാതെ ഏത് സമയത്തും വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കാം. സമൂഹ നന്മയ്ക്കുള്ള ആശയം വടക്കാഞ്ചേരി ഗേൾസ് ഹൈസ്കൂളിലെ SPC കേഡറ്റുകളുടേതാണ്. ഡ്രസ് ബാങ്ക് പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ വിശിഷ്ട വ്യക്തിയായ സിറ്റി പോലീസ് കമ്മീഷണർ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും രക്ഷിതാക്കളെയും സംരംഭത്തിന് കൂട്ടുനിന്ന എല്ലാവരെയും പ്രശംസിച്ചു. പദ്ധതി വടക്കാഞ്ചേരി മുനിസിപ്പൽ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന തലത്തിൽ നിന്നും 1 സ്കൂൾ 1 പ്രൊജക്ട് പദ്ധതിയുടെ ഭാഗമായി ഉപകാരപ്രദമായ രീതിയിലുള്ള പ്രവൃത്തികൾ കണ്ടെത്താനുള്ള ഭാഗമായാണ് ഡ്രസ് ബാങ്ക് എന്ന ആശയം എത്തിയത്. SPC ചാർജുള്ള മജീദ് മാസ്റ്റർ, ചിത്ര ടീച്ചർ എന്നിവർ കേഡറ്റുകളെയും അധ്യാപകരെയും അറിയിക്കുകയും കുട്ടികളും അധ്യാപകരും ആവേശത്തോടെ ഏറ്റെടുത്ത പദ്ധതിയാകുകയുമായിരുന്നു. രക്ഷിതാക്കളിൽ നിന്നും വസ്ത്രാലയങ്ങളിൽ നിന്നും ശേഖരിച്ച ആയിരക്കണക്കിന് വസ്ത്രങ്ങൾ പണമില്ലാതെ നൽകാൻ സജ്ജമാക്കി. ആരോടും അനുവാദം ചോദിക്കാതെ ആരും അറിയാതെ അനുയോജ്യമായ വസ്ത്രങ്ങൾ എടുക്കാം. മാസത്തിൽ 3-4 ദിവസങ്ങളിലായി സ്കൂളിലോ ടൗണിലെ സ്ഥലത്ത് വെച്ചോ പൊതുജനങ്ങൾക്ക് വസ്ത്രങ്ങൾ തിരഞ്ഞെടുത്ത് കൊണ്ടുപോകാം. വലിയ പ്രതികരണമാണ് പൊതുജനങ്ങളിൽ നിന്നും വിദ്യാർത്ഥികളിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രവർത്തനം തുടരാനാണ് തീരുമാനമെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു. PTA പ്രസിഡന്റ് ഹസൻ യോഗത്തിന് അധ്യക്ഷനായി. വടക്കാഞ്ചേരി സബ് ഇൻസ്പെക്ടർ ഹരിഹര സുനു, വാർഡ് കൗൺസിലർ PN വൈശാഖ്, MPTA പ്രസിഡന്റ് സജിത സേതു, SMC ചെയർമാൻ സുരേഷ് കുട്ടത്ത്, ഗാർഡിയൻ SPC പ്രസിഡന്റ് മുഹമ്മദ് അലി, KM SPC
ആന്റോ, ജ്യോതിസ് തോമസ് എന്നിവരും പങ്കെടുത്തു. തൃശൂർ കോർപ്പറേഷന്റെ 2026-27 വാർഷിക പദ്ധതിയോടനുബന്ധിച്ച് കോർപ്പറേഷൻ ഒല്ലൂർ സോണൽ ഓഫീസ് ഹാളിൽ വെച്ച് ജനുവരി 28-ന് പൊതു വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നു. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. 2026-27 വാർഷിക പദ്ധതിയിൽ കോർപ്പറേഷന്റെ വിവിധ മേഖലകളിൽ ഏറ്റെടുക്കേണ്ട പദ്ധതി നിർദ്ദേശങ്ങൾ വർക്കിംഗ് ഗ്രൂപ്പുകൾ ചർച്ച ചെയ്ത് തീരുമാനിച്ചു. 2025-26 സാമ്പത്തിക വർഷത്തിൽ അനുവദിച്ച പദ്ധതി വിഹിതത്തിൽ നിന്നും 5% കൂടിയ തുക മുന്നിൽ കണ്ട് പദ്ധതി ആവിഷ്കരിക്കുന്നതിന് തയ്യാറെടുത്ത് നടത്തണമെന്നും തൻവർഷത്തെ നടപ്പിലാക്കാൻ കഴിയാതെ വരുന്ന സ്പിൽ ഓവർ ആകുവാനുള്ള സാധ്യതയുടെ പദ്ധതി വിഹിതം കൂടി കണക്കാക്കി വികസന ഫണ്ട് പൂർണ്ണമായും ചിലവഴിക്കത്തക്ക രീതിയിൽ പ്രവർത്തനം ഏകോപിപ്പിക്കണമെന്നും മേയർ നിർദ്ദേശിച്ചു. ഡെപ്യൂട്ടി മേയർ എ പ്രസാദ് അധ്യക്ഷനായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അഡ്വക്കേറ്റ് വില്ലി ജിജോ, ടി.ആർ. സന്തോഷ്, ജേക്കബ് പുലിക്കോട്ടിൽ, കരോളി ജോഷുവ, ഷീന ചന്ദ്രൻ, മെഫി ഡെൽസൺ, കെ ഗോപാലകൃഷ്ണൻ, കൌൺസിലർമാരായ ടി.ആർ. ഹിരൺ, കെ.ജെ. പോളി എന്നിവർ സംസാരിച്ചു. മാടക്കത്ര പഞ്ചായത്ത് വയോജനങ്ങൾക്കൊരുക്കുന്ന സ്നേഹവീടുകളുടെ നിർമ്മാണ ശിലാസ്ഥാപനം പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സുകന്യ ബൈജു അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കെ.പി. പ്രശാന്ത്, സാവിത്രി രാമചന്ദ്രൻ, എ.എം. അശോകൻ, ജെയ്മി ജോർജ് എന്നിവർ സംസാരിച്ചു. വളരെ വ്യത്യസ്തമായിട്ട് 60 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് അവർക്ക് വന്നിരിക്കാനും TV കാണാനും കളിക്കാനും എന്താ പറയുക, അവർക്ക് എത്ര സമയം വേണമെങ്കിലും ഇവിടെ വിനിയോഗിക്കാം. ആ വിധത്തിലുള്ള ഒരു പരിപാടിയാണ് ആവശ്യം ചെയ്യുന്നത്. പഞ്ചായത്ത് അതിനുവേണ്ടി എല്ലാം പണം കൊടുക്കും. അതിന് അതിനടുത്ത് TV വാങ്ങി വയ്ക്കും, പത്രം വരുത്തും. നിങ്ങൾക്കൂടെ വന്നാൽ മതി. ബാക്കി എല്ലാ കാര്യം ചായ വയ്ക്കാനുള്ള സൗകര്യങ്ങൾ അടക്കാം. ചായ വയ്ക്കാൻ മറ്റേ ചായപ്പൊടിക്ക് നമ്മൾ വാങ്ങേണ്ടി വരും. അതിൻ്റെ പാത്രങ്ങളടക്കം എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നമുക്കടക്കം എല്ലാവർക്കും. ഇപ്പം ഞാൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിട്ട് അവസാനിച്ച് ഇറങ്ങുമ്പോൾ 60 വയസ്സിൽ എനിക്ക് 60 വയസ്സാവും. അപ്പം അന്നപ്പോൾ എനിക്കിവിടെ കൂടാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് SNDP വാരിക്കുളം ശാഖ 25ാമത് പ്രതിഷ്ഠാദിന മഹോത്സവം കെ.വി. സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് കെ.ആർ. കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. ബ്രഹ്മണൻ മനക്കിലാത്ത് ഭദ്രദീപം കൊളുത്തി. വെള്ളാനിക്കര ആരോഗ്യ കേന്ദ്രം റിട്ടയേർഡ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ.എസ്. ജയന്തി, മാടക്കത്ര പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഇന്ദിരാ മോഹനൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ബുധനാഴ്ച വൈകിട്ട് മാളികക്കുണ്ടിൽ നിന്നും താലത്തിന്റെ അകമ്പടിയോടെ ഘോഷയാത്ര പുറപ്പെട്ടു. 7 മണിക്ക് ചാലക്കുടി അമ്മ കമ്മ്യൂണിക്കേഷൻസിന്റെ ഗാനമേള, മിമിക്സ് പരിപാടി എന്നിവ ഉണ്ടായിരുന്നു. ശ്രീപാദ പുഷ്പങ്ങൾ ചൂടിയ ശിവഗിരി തേടി വരുന്നു ഞങ്ങൾ, ഗുരുകുലം തേടി വരുന്നു. വിശ്വാസങ്ങൾ കേൾക്കേ, മതമേതായാലും മനുഷ്യൻ നന്നാകുവാൻ ഉപദേശം നൽകിയ ഗുരുദേവ. മതമേതായാലും മനുഷ്യൻ നന്നാകുവാൻ ഉപദേശം നൽകിയ ഗുരുദേവ. നിൻ തിരുമൊഴികൾ ജയിക്കട്ടെ, നിന്റെ വെളിച്ചം നയിക്കട്ടെ. പുലരട്ടെ പുലരട്ടെ പുതിയൊരു ധർമ്മം പുലരട്ടെ പുലരട്ടെ. ഇനിയൊരു ഇടവേള. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ.
വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG, ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങനില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകൾ തുടരുന്നു. പടിഞ്ഞാറെ വെള്ളാനിക്കര ആണ്ടുണ്ണി ദേവർ ശിവക്ഷേത്രം പ്രതിഷ്ഠാദിന ഉത്സവാഘോഷം 7ാം ദിനത്തെ പരിപാടികളോടെ സമാപിച്ചു. വ്യാഴാഴ്ച രാവിലെ നിർമ്മാല്യ ദർശനം, ഉഷപൂജ, വിവിധ കാവടികളുടെ അഭിഷേകം, ദേവസ്വം കാവടി, പനഞ്ചകം യുവജന സംഘം കാവടി, ആണ്ടുണ്ണി ദേവർ സേവാ സംഘം പടിഞ്ഞാട്ടുമുറി, യുവസംഗമം കാവടി, സംഗമം കാവടി സമാജം, ചിറ മണ്ണുത്തി ശ്രീമുരുക യുവജന സമാജം കാവടി, അനുഗ്രഹ നഗർ പടിഞ്ഞാട്ടുമുറി മഹാദേവ കാവടി സമാജം, കൈരളി കാവടി സമാജം എന്നിവ നിറഞ്ഞാടിയ കാഴ്ച കാണികളുടെ കണ്ണിനും മനസ്സിനും കുളിർമയായി. 3 ആനകളോടുകൂടി പകലും രാത്രിയും വെള്ളാനിക്കര ശ്രീ അയ്യപ്പൻകാവ് ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് പഞ്ചവാദ്യം 3 മണി മുതൽ 5:30 വരെ നടന്നു. വൈകിട്ട് ദീപാരാധന, ചുറ്റുവിളക്ക്, നിറമാല എന്നിവയ്ക്ക് ശേഷം പാണ്ടിമേളത്തിന് ശേഷം ഡബിൾ തായമ്പകയും നടന്നു.
മാന്നാമംഗലം സെന്റ് മേരീസ് ഓർത്തഡോക്സ് സുറിയാനി പള്ളിയിലെ പെരുന്നാൾ ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. ജനുവരി 28, 29 ബുധൻ വ്യാഴം ദിവസങ്ങളിലാണ് പെരുന്നാൾ ആഘോഷം സംഘടിപ്പിച്ചത്. ബുധനാഴ്ച വൈകിട്ട് 7 മണിക്ക് സന്ധ്യാപ്രാർത്ഥന, പ്രസംഗം, മാന്നാമംഗലം കുരിശുപള്ളിയിലേക്ക് വാദ്യമേളത്തിന്റെ അകമ്പടിയോടെ ഭക്തിസാന്ദ്രമായ പ്രദക്ഷിണം, ആശീർവാദം എന്നിവയും പ്രധാന ദിവസമായ വ്യാഴാഴ്ച രാവിലെ 7:30 പ്രഭാത പ്രാർത്ഥന, തുടർന്ന് നടത്തിയ വിശുദ്ധ കുർബാനയ്ക്ക് ഇടവക മെത്രാപ്പോലീത്ത അഭിവന്യ ഡോക്ടർ യൂഹന്നാൻ മോർ മിലിത്തിയോസ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കോർ എപ്പിസ്കോപ്പ പൗലോസ് വാക്കനാം പാടത്തിൽ, ഫാദർ ജോയ് പുലിക്കോട്ടിൽ, ഫാദർ സണ്ണി പുളിക്കാക്കുടിയിൽ എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു. തുടർന്ന് പ്രസംഗം, പ്രദക്ഷിണം, ആശീർവാദം, ലേലം, സ്നേഹവിരുന്ന് എന്നിവയും ഉണ്ടായിരുന്നു. പെരുന്നാൾ ചടങ്ങുകൾക്ക് പള്ളി വികാരി ഫാദർ ബേബി പോൾ പൂക്കുന്നേൽ, കൈസ്ഥാനി ജിജു പി വർഗീസ്, സെക്രട്ടറി ജിബി ജോർജ് വാരപ്പെട്ടിയിൽ എന്നിവർ നേതൃത്വം നൽകി. സുവിശേഷത്തിന്റെ കേന്ദ്രമായ ക്രിസ്തുവിലേക്ക് എത്തിപ്പെടുന്നു. അപ്പോൾ മാതാവിന്റെ സംരക്ഷകരായി നാം തീരുകയാണ്. സ്വാഭാവികമായി ഉണ്ടാകുന്ന ചോദ്യം, എങ്ങനെയാണ് മാതാവിന്റെ സംരക്ഷകരായി തീരുക എന്നതാണ്. ഇവിടെ വേദഭാഗത്ത് പറയുന്നത് ആ സമയം മുതൽ യോഹന്നാൻ മാതാവിനെ തന്റെ ഭവനത്തിൽ സ്വീകരിച്ചു എന്നാണ്. ആ ഭവനത്തിൽ സ്വീകരിക്കുമ്പോൾ ആ ഭവനത്തിലെ ഓരോ കാര്യത്തിലും പങ്കാളിയാവുകയാണ്. അതിൽ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ പങ്കാളിയാവുകയാണ്. അവിടെ ഒരു അഭിമാന്യ ഘടകമായി തീരുകയാണ്. നമ്മെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു വിഷയമാണ്. നമ്മുടെ അഭിമാന്യ ഘടകമായി തീരുമ്പോൾ എന്താണ് സംഭവിക്കുക? നമ്മുടെ സകല ചലനങ്ങളെയും പ്രവർത്തികളെയും ചിന്തയെ പോലും സ്വാധീനിക്കുന്ന വിധത്തിലാണ് ഘടകമായി തീരുന്നത്. പക്ഷേ പലപ്പോഴും മാതാവിനെ നാം കരുതുന്നത് ഒരു മധ്യസ്ഥ പ്രധാനമന്ത്രി എന്നത് മാത്രമാണ്. വിദേശത്ത് ജോലിയായി പോകുന്ന ആളുകൾ പ്രായമായ മാതാപിതാക്കൾ നാട്ടിലുണ്ടായത് അവരെ എങ്ങനെയാണ് കരുതുക? കുറച്ച് പൈസ കടമുള്ള ദൈവത്തിന്റെ കരുണ നമ്മുടെ മേൽ നമ്മൾ വാങ്ങിപ്പോയവരുടെ മേൽ രണ്ട് ലോകങ്ങളിൽ ഇന്നുമെന്നായിരിക്കട്ടെ.
ഗുരുവരം മ്യൂറൽ ചിത്ര പ്രദർശനം നടന്നു. മ്യൂറൽ ചിത്രകാരനായിരുന്ന ഗുരുവായൂർ അപ്പുക്കുട്ടനാശാന്റെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ചുള്ള മ്യൂറൽ ചിത്ര പ്രദർശനവും അവാർഡ് ദാനവും തൃശൂർ കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. ഗുരുവരം സ്വാഗത സംഘം ചെയർമാൻ ഡോക്ടർ ജെയിംസ് ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. എം നളിൻ ബാബു, അനീഷ്മ ഷനോജ്, ഇ ബാലകൃഷ്ണൻ, എം പ്രദീപ് കുമാർ, ശങ്കർജി വല്ലച്ചിറ, കെ എസ് ഹരിദാസ്, കെ കെ ദാസപ്പൻ, രാജേന്ദ്രൻ വാഗയിൽ എന്നിവർ പ്രസംഗിച്ചു. അവാർഡ് ജേതാവ് എം ജി നാരായണൻ മറുപടി പ്രസംഗം നടത്തി. ചിത്രങ്ങളുടെ പ്രദർശനം 31-ന് വൈകിട്ടാണ് അവസാനിക്കുക. കുടുംബശ്രീ ജെൻഡർ ക്യാമ്പയിൻ രംഗശ്രീ സംസ്ഥാനതല കലാജാഥ ജില്ലയിൽ സംഘടിപ്പിച്ചു. 3 കേന്ദ്രങ്ങളിലായി തെരുവു നാടകങ്ങൾ അവതരിപ്പിച്ചു. ജെൻഡർ ക്യാമ്പയിനായ നയി ചേതന 4.0യുടെ ഉയരയുടെ ഭാഗമായാണ് കലാജാഥ സംഘടിപ്പിച്ചത്. ലിംഗസമത്വം, ലിംഗാവബോധം, സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം, കുടുംബശ്രീയുടെ ജെൻഡർ പിന്തുണ സംവിധാനങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ കലാരൂപങ്ങളിലൂടെ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് കലാജാഥയുടെ ലക്ഷ്യം. മതിലകം പഞ്ചായത്തിൽ സംഘടിപ്പിച്ച കലാജാഥയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സുമതി സുന്ദരൻ, കുടുംബശ്രീ ചെയർപേഴ്സൺ CB രാജേഷ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹസീന റഷീദ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസീത, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഗിഫ്റ്റഡ് ചിൽഡ്രൻ സംസ്ഥാനതല പ്രതിഭാ സംഗമത്തിന് തുടക്കമായി. തീരുമാനമെടുക്കലിലെ ശ്രദ്ധയാണ് വിജയത്തെ നിർണ്ണയിക്കുന്നതെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ. പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്ന ഗിഫ്റ്റഡ് ചിൽഡ്രൻ സംസ്ഥാനതല പ്രതിഭാ സംഗമം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ NSK ഉമേഷ് IAS ഉദ്ഘാടനം ചെയ്തു. ചീഫ് പ്ലാനിംഗ് ഓഫീസർ ദീപ മാർട്ടിൻ അധ്യക്ഷയായി. കേരള വനഗവേഷണ കേന്ദ്രത്തിൽ 4 ദിവസത്തെ പ്രതിഭാ സംഗമം കുട്ടികളെ ആദരിച്ചു. ഓരോ ജില്ലയിൽ നിന്ന് തെരഞ്ഞെടുത്ത മിടുക്കരായ 4 പേർ വീതം 56 കുട്ടികളാണുള്ളത്. 7ാം തരത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന USS പരീക്ഷയിൽ ഉന്നത മാർക്ക് നേടിയവരെയാണ് അംഗങ്ങളായി തിരഞ്ഞെടുക്കുന്നത്. മികവ് നേടിയ 4 പേരെ പ്രതിഭാ സംഗമത്തിൽ പങ്കെടുപ്പിക്കുന്നു. കേരള വനഗവേഷണ കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ കണ്ണൻ CS, ചീഫ് സയന്റിസ്റ്റ് ഡോക്ടർ TV സജീവ്, തൃശൂർ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ PM ബാലകൃഷ്ണൻ, ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ D ശ്രീജ, ഡയറ്റ് സീനിയർ ലെക്ചറർ ഡോക്ടർ M ശ്രീകല എന്നിവർ സംസാരിച്ചു. 4 ദിനങ്ങളിലായി നടക്കുന്ന പരിപാടിയിൽ വിവിധ സെഷനുകളിലായി വിദഗ്ധരുടെ ക്ലാസുകൾ, ഷോർട്ട് ഫിലിം പ്രദർശനം, ലാബ് സന്ദർശനങ്ങൾ, വാന നിരീക്ഷണം, ഫാം സന്ദർശനം, വെറ്ററിനറി യൂണിവേഴ്സിറ്റി, അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി സന്ദർശനങ്ങൾ, നാടക കാഴ്ച, ഡിബേറ്റ്, നെഹ്റു പാർക്ക്, സാഹിത്യ അക്കാദമി, ലളിതകലാ അക്കാദമി, സംഗീത നാടക അക്കാദമി എന്നിവിടങ്ങളിൽ സന്ദർശനവും ഒരുക്കിയിട്ടുണ്ട്. ശനിയാഴ്ചയാണ് ക്യാമ്പ് സമാപിക്കുക. പെരിയാറിനപ്പുറത്തേക്ക് ഇങ്ങനെ ചർച്ച മുന്നോട്ട് പോവാണ്. പക്ഷെ അതിലെ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വർക്ക് ചെയ്ത വേറൊരു സംഭവമുണ്ട്. വടക്കുള്ള ആളുകൾക്ക് തെക്കുള്ള ആളുകളെ കുറിച്ചുള്ള അഭിപ്രായം എന്താ അറിയോ? അതൊക്കെ ചെറിയ കുറ്റാണ്. വടക്കുള്ളവര് പറയുന്ന വെച്ചാല് നമ്മൾ തെക്കനെയും പറയ അത് കിട്ടിയവിടെ പറ ചുവന്ന മണ്ണ് U-ടേൺ അടച്ചു. ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും പ്രതിഷേധത്തെ തുടർന്നാണ് U-ടേൺ വീണ്ടും തുറന്നത്. മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാത ചുവന്ന മണ്ണിലെ U-ടേൺ ദേശീയപാത കരാർ കമ്പനിയുടെ നേതൃത്വത്തിൽ അടച്ചുകെട്ടി. കോൺക്രീറ്റ് ക്രാഷ് ബാരിയറുകൾ ഉപയോഗിച്ചാണ് U-ടേൺ അടച്ചുകെട്ടിയത്. തുടർന്ന് ജനപ്രതിനിധികളും നാട്ടുകാരും ഓട്ടോറിക്ഷ തൊഴിലാളികളും അടച്ചുകെട്ടൽ തടഞ്ഞു. കരാർ കമ്പനി പോലീസിനെ വിളിച്ചു വരുത്തി. നാട്ടുകാരുടെ കടുത്ത പ്രതിഷേധത്തെ തുടർന്ന് പോലീസിന്റെ സാന്നിധ്യത്തിൽ ബാരിക്കേഡുകൾ എടുത്തുമാറ്റി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാത്യു നൈനാൻ, പ്രതിപക്ഷ നേതാവ് KC അഭിലാഷ്, പഞ്ചായത്ത് അംഗങ്ങളായ സോഫി ജിജി, ഡീനമോൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. U-ടേണിലൂടെ നിരവധി പേരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നത് എന്നും അടച്ചുകെട്ടുന്നതിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാതാക്കുകയാണെന്നും അണ്ടർപാസേജ് അടക്കമുള്ള സൗകര്യങ്ങളും ഇരുഭാഗങ്ങളിലേക്കുമുള്ള സർവീസ് റോഡിന്റെ ശോചനീയാവസ്ഥയും പരിഹരിച്ച് സഞ്ചാരയോഗ്യമാക്കിയതിനു ശേഷമേ U-ടേൺ അടച്ചുകെട്ടാൻ സമ്മതിക്കുകയുള്ളൂവെന്നും ഇല്ലെങ്കിൽ പ്രതിഷേധം നേരിടേണ്ടി വരുമെന്നും ജനപ്രതിനിധികളും നാട്ടുകാരും പറഞ്ഞു. ദേശീയപാത ചുവന്ന മണ്ണ് ഏറ്റവും കൂടുതൽ അപകടം നടക്കുന്ന പ്രദേശം കൂടിയാണ്. ഇവിടുത്തെ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ തുടരത്തൊരു ആക്സിഡന്റ് വരുന്ന സ്ഥലമാണ്. അപ്പൊ പക്ഷെ ആക്സിഡന്റ് വരുമ്പോഴത്തേനും കൊണ്ടുവന്ന് ബാരിക്കേഡുകൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ 10,900 ജനങ്ങൾ അപ്പുറ വശത്തും അതോടൊപ്പം അതിലേറെ ആൾക്കാർ ഈ ഹൈവേയുടെ ഇരുവശങ്ങളിലുമായി തിങ്ങി പാർക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പൊ ഈ ബാരിക്കേഡുകൾ വെച്ച് നമ്മൾ ആക്സിഡന്റ് വരുമ്പോഴത്തേനും റോഡുകൾ അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് ഒരു ഹോസ്പിറ്റലിൽ പോകാൻ, ഒരു ചർച്ചിൽ പോകാൻ അവർക്കൊന്നും ഒരു നടപ്പാത പോലും ഇവിടെ ഇല്ല. ആദ്യം സർവീസ് റോഡെല്ലാം കൃത്യമായി നീറ്റായിട്ട് നിർമ്മിച്ചതിന് ശേഷം ജനങ്ങൾക്ക് നടക്കാനുള്ള ഒരു മിനി വേ ഉണ്ടാക്കിയതിന് ശേഷം ഇവിടെ അടയ്ക്കുകയാണെങ്കിൽ ആരും തടസ്സം നിൽക്കില്ല. പക്ഷെ ഒരു ഹോസ്പിറ്റലിൽ പോകണമെന്നുണ്ടെങ്കിൽ ജനങ്ങൾ 6 കിലോമീറ്റർ ചുറ്റി വളഞ്ഞു വേണം പോകാൻ. ഒരു വീട്ടിലൊരു മരണം നടന്നു കഴിഞ്ഞാൽ ജനങ്ങൾ 6 കിലോമീറ്റർ ചുറ്റി നടന്ന് ഓട്ടോറിക്ഷയിൽ പോകണം. അതൊക്കെ വളരെ
ജനങ്ങൾക്ക് ഉപദ്രവകമായ കാര്യമാണ്. അപ്പോൾ നമ്മളൊരു ഹൈവേയിൽ ഒരു മിനി വാൻ നിർമ്മിച്ച് സർവീസ് റോഡുകൾ ഡീസന്റ് ആക്കി ഒരു ഫുട്പാത്തും ഉണ്ടാക്കിയതിനു ശേഷം ഇതിൽ തുടർ നടപടികൾ ചെയ്യുകയാണെങ്കിൽ ജനങ്ങൾ അതിന് തടസ്സം നിൽക്കില്ല. ജനങ്ങൾക്ക് ഒരാൾക്ക് പോലും ഒരു സുരക്ഷിതമില്ലാത്ത രീതിയിൽ എന്ത് പരിപാടി ചെയ്താലും അത് അനുവദിച്ചു തരുന്നതല്ല. ഇപ്പോഴത്തെ തീരുമാനത്തിന്റെ അകത്ത് ഈ ബാരിക്കേഡുകൾ എടുത്തു മാറ്റാൻ തീരുമാനിച്ചു. ആ സർവീസ് റോഡുകൾ നിർമ്മിക്കാൻ കുറച്ച് സമയം വേണ്ടി വരുന്നതുകൊണ്ട് ഇത് മാറ്റി സാധാരണ രീതിയിലേക്ക് ആക്കാൻ തീരുമാനിച്ചു എന്നാണ് അധികൃതരുടെ ഭാഗത്തു നിന്ന് കിട്ടിയ റിപ്പോർട്ട്. ചുവന്നമണ്ണ് യു ടേണുമായി ബന്ധപ്പെട്ട് ഇന്ന് പോലീസും അതേപോലെ തന്നെ ഈ ഹൈവേയുടെ വർക്ക് എടുത്തിരിക്കുന്ന കോൺട്രാക്ടേഴ്സും വണ്ടികളുമായി വന്ന് കോൺക്രീറ്റ് ബീമുകൾ വെച്ചിട്ട് ഈ വഴി അടയ്ക്കുന്ന സാഹചര്യത്തിൽ നാട്ടിലെ ഓട്ടോറിക്ഷക്കാരും നാട്ടിലെ ജനങ്ങളും ഇത് കാണുകയും അത് തടുക്കുകയും ചെയ്തു. ഇതുവഴി യാത്ര ചെയ്തിരുന്നവർ എന്ന നിലയ്ക്ക് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും കണക്ക് തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമായിട്ടുള്ള നമ്മളുടെ അഭിലാഷ് ഉൾപ്പെടെ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരും നാട്ടുകാരും എല്ലാവരും ഈ സംഭവ സ്ഥലത്തേക്ക് വരികയും പോലീസിനോട് കണക്ക് തന്നെ NH-ന്റെ കോൺട്രാക്ടേഴ്സിന്റെ ഉദ്യോഗസ്ഥരോട് ഒന്നേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ, ഈ യു ടേൺ അടയ്ക്കുന്നതുകൊണ്ട് ഒരു തർക്കവും നാട്ടുകാർക്കില്ല. പക്ഷേ ഇവിടെ ഈ റോഡ് പണി പൂർത്തീകരിച്ച് ടോള് തുടങ്ങിയിട്ട് 15 വർഷം കഴിയുകയാണ്. ഇതുവരെ കല്ലിടുക്ക് മുതൽ നമ്മളുടെ വഴുക്കമ്പാറ അണ്ടർപാത്ത് വരെയുള്ള സർവീസ് റോഡ് പണി പൂർത്തീകരിച്ചിട്ടില്ല. 7 മീറ്റർ മിനിമം ടാർ ചെയ്യണമെന്നാണ് അണ്ടർപാത്ത് ടാർ ചെയ്യണമെന്നാണ് നിയമം. അത് ഇതുവരെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ ടാറിങ് നടന്നിട്ടില്ല. 7 മീറ്റർ അവർ റോഡ് എടുത്തിട്ടില്ല. അപ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ സർവീസ് റോഡ് പൂർത്തീകരിക്കാതെ ഒരു കാരണവശാലും ഈ യു ടേൺ അടയ്ക്കാൻ ഇവിടുത്തെ ജനങ്ങളോ ഇവിടുന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളോ രാഷ്ട്രീയ നേതൃത്വമോ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന് പോലീസ് ഡിപ്പാർട്ട്മെന്റിനോടും NHAയോടും ഇതുമായി ബന്ധപ്പെട്ട കോൺട്രാക്ടറോടും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവർ റോഡിന്റെ അടപ്പ് നിർത്തി അത് അടയ്ക്കാനായി വെച്ചിരുന്ന ബീമുകൾ തിരിച്ചെടുക്കുകയാണ്. അത് ഇപ്പോഴും ഒന്നേ ജനങ്ങൾക്ക് മാധ്യമങ്ങളോട് ഉൾപ്പെടെ പറയാനുള്ളത്, ഇത്തരം കാര്യങ്ങൾ ചെയ്തു പോകുമ്പം നാട്ടുകാരുടെ ആവശ്യങ്ങളെ മാനിക്കുന്ന രൂപത്തിൽ മേലിലും ഈ സർക്കാരിന്റെ പ്രതിനിധികൾ കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വം എന്ന നിലയ്ക്ക് NHAയും അതിൽ ഇടപെടണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഇല്ലെങ്കിൽ അതിശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആണ് ഞങ്ങൾ ഈ സമരം ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ചുവന്നമണ്ണ് പ്രദേശം നമുക്കറിയാം, ഒത്തിരി ആളുകൾ റോഡ് കടന്ന് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഒക്കെ യാത്ര ചെയ്യാനുള്ള ഒരു ഭാഗമാണ്. സർവീസ് റോഡ് സ്വാഭാവികമായും നിർമ്മാണം നടപ്പിലാക്കേണ്ട സമയമൊക്കെ വളരെയധികം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ പ്രദേശത്തെ സർവീസ് റോഡിലൂടെ യാത്ര ചെയ്യാൻ കഴിയാത്ത തരത്തിലാണ് നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ താണിപ്പാറ മുതൽ വഴുക്കുംപാറ വരെയുള്ള സർവീസ് റോഡുകളുടെ അവസ്ഥ. അടിപ്പാതകളുടെ നിർമ്മാണം നടക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു സമയത്ത് ഒരു സുപ്രഭാതത്തിൽ വന്ന് ഈ പ്രദേശത്ത് കടന്നു പോകേണ്ട സാഹചര്യം കൂടി ഇല്ലാതാക്കുമ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കേണ്ടത് സ്വാഭാവികമായും ഈ പ്രദേശത്തെ ജനങ്ങളുടെ ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരമൊരു പ്രതിഷേധം ഇവിടെ കടന്നു വന്നത്. ഇത് ജനങ്ങൾക്ക് ഗുണകരമാകുന്ന തരത്തിലുള്ള ഈ പ്രദേശത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ചതിന് ശേഷം മാത്രമാണ് ഇത് ഇത്തരത്തിലുള്ള കവാടങ്ങളൊക്കെ അടയ്ക്കാൻ സാധിക്കും. നമുക്കറിയാം, അണ്ടർ പാസേജ് നിലയിൽ വരേണ്ട ഒരു പ്രദേശമാണ് ചുവന്നമണ്ണ്. ഒരു അണ്ടർ പാസേജ് നിർമ്മാണം അടിയന്തരമായി ഇവിടേക്ക് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കുന്നതിന് അടിയന്തര ഇടപെടൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിന് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നും ആവശ്യമായി വരുന്നത്. അത്തരം കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം മാത്രമേ ഈ ഒരു പ്രദേശത്ത് ഇങ്ങനെ ആളുകൾക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യം അടയ്ക്കാൻ അനുവദിക്കൂ എന്നുള്ളതാണ് ഇവിടെ ജനപ്രതിനിധികളായ ആളുകൾക്കും അതുപോലെ തന്നെ നാട്ടുകാർക്കും പറയാനുള്ളൂ. മറ്റൊരിടവേള കൂടി. 3000 സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ സണ്ണീസ് ജ്വല്ലറി.
കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം മണ്ണുത്തി, പോസ്റ്റ് ഓഫീസിന് സമീപം മണ്ണുത്തി. വാർത്തകളിലേക്ക് വീണ്ടും. രേഖകൾ കൃത്യമല്ലാത്തതിന് കോർപ്പറേഷൻ വാഹനത്തിനെതിരെ നടപടി സ്വീകരിച്ച് മോട്ടോർ വാഹന വകുപ്പ് 5000 രൂപ പിഴ ചുമത്തി. തൃശൂർ കോർപ്പറേഷന്റെ LGV വാഹനത്തിനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി. വാഹനത്തിന്റെ പെർമിറ്റ് പുതുക്കാത്തതിനും പുകപരിശോധനാ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിനുമാണ് തൃശൂർ മോട്ടോർ വെഹിക്കിൾ എൻഫോഴ്സ്മെന്റ് വിഭാഗം ഇൻസ്പെക്ടർ PV ബിജുവിന്റെ നേതൃത്വത്തിൽ നടപടിയെടുത്തത്. വാഹനത്തിന് 5000 രൂപ പിഴ ചുമത്തി. കൊക്കാല ജംഗ്ഷനിൽ ഓട വൃത്തിയാക്കുന്ന സ്ഥലത്തു നിന്നാണ് വാഹനം പിടികൂടിയത്. വിശുദ്ധ ജോൺ ബോസ്കോയുടെ തിരുനാളിനോടനുബന്ധിച്ച് വെള്ളാനിക്കര ബോസ്കോ നഗറിലുള്ള കപ്പേളയിൽ നൊവേനയും ലതീഞ്ഞും നടന്നു. ആഘോഷമായ ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയോടെ ജപമാല ചൊല്ലി വിശ്വാസികൾ കപ്പേളയിലേക്ക് എത്തി. ആഘോഷങ്ങൾക്കും തിരുക്കർമ്മങ്ങൾക്കും മുല്ലക്കര ഡോൺ ബോസ്കോ ഭവൻ റെക്ടർ ഫാദർ ജോയ്സ് തോണിക്കുഴിയിൽ, മണ്ണുത്തി സെന്റ് ആന്റണീസ് പള്ളി വികാരി ഫാദർ ഡേവിസ് ചിറമൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ നിതിൻ പൊന്നാരി, ഡോൺ ബോസ്കോയിലെ മറ്റു വൈദികർ, ബോസ്കോ നഗർ നിവാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രത്യേകമായിട്ടും നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട വികാരിയച്ഛനെ പ്രത്യേകമായിട്ട് ഞാൻ സ്നേഹപൂർവ്വം ഈ സാഹചര്യത്തിലൂടെ വന്നതിന് അച്ഛനെ ഞാൻ നന്ദി പറയുകയാണ്. അച്ഛൻ്റെ ഇടവകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അച്ഛൻ നന്ദി പറയേണ്ട ആവശ്യം. എന്നാലും ഡോൺ ബോസ്കോയെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ്റെ സാന്നിധ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് അച്ഛൻ ഞാൻ ആത്മാർത്ഥമായിട്ട് അച്ഛന് നന്ദി പറയുകയാണ്. നമ്മുടെ ഈ ഈശ്വരാനുഭവത്തിലേക്ക് അച്ഛനെ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ കൊച്ചച്ഛനും ഇവിടെയുണ്ട്, അച്ഛനെ ഞാൻ വളരെയധികം സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവർ, നമുക്ക് ഇപ്പോൾ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടുന്ന് പോകാം. ചെറിയൊരു പ്രദർശനമായിട്ട് നമുക്ക് പോകാം. അവിടെ ചെന്ന് കഴിയുമ്പോൾ അവസാനിക്കുമ്പോൾ നമുക്ക് നൊവേന നമുക്ക് ചൊല്ലാം. നൊവേനയുടെ ഇടയ്ക്ക് ഒരു സുവിശേഷ ഭാഗം വായിച്ച് ചെറിയൊരു വചനചിന്തനം ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ്. അതിനുശേഷം നൊവേനയുടെ അവസാനത്തെ സമാപിക്കുമ്പോൾ നമുക്ക് നമ്മുടെ സെമിനേറിയൻസ് അവരൊരു ചെറിയൊരു ബാൻഡ് പ്രോഗ്രാം നമുക്ക് വേണ്ടി നടത്തുന്നതാണ്. അതിനുശേഷം ചെറിയൊരു നേർച്ച വിതരണവും ഉണ്ടായിരിക്കും. അതിനുശേഷം നമുക്ക് തിരിച്ചു പോകാവുന്നതാണ്. പിന്നെ അവിടെ ഈ ദിവസങ്ങളിൽ 3-4 ദിവസം കൂടി ഉള്ളൂ. അപ്പം അത് ഈ ദിവസങ്ങളിലെ ആഘോഷങ്ങളുടെയും ബാക്കി എല്ലാ കാര്യങ്ങളുടെയും നോട്ടീസും കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്. അത് നമുക്ക് എടുത്തതിൽ നിങ്ങളെ പങ്കെടുക്കുവാനായിട്ടും, പ്രത്യേകിച്ച് ശനിയാഴ്ച വൈകുന്നേരം 7 മണിക്ക് നോട്ടീസ് അതെല്ലാം ഉണ്ട്. കുറച്ച് പേർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതിൽ പങ്കെടുത്ത് ഡോൺ ബോസ്കോയുടെ മധ്യസ്ഥം അപേക്ഷിക്കുവാനും നമ്മളെല്ലാവരും ഇവിടെ ഡോൺ ബോസ്കോയുടെ നാമത്തിൽ കൂടിയാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അതുകൊണ്ട് ഈശ്വര വിശ്വാസികളായ നമ്മളെ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം ഡോൺ ബോസ്കോ നമുക്കെപ്പോഴും നല്ലൊരു പ്രചോദനമാണ്. ഡോൺ ബോസ്കോ ദൈവപരിപാലനയിൽ ആശ്രയിച്ചു. ഡോൺ ബോസ്കോ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടി
ഡോൺ ബോസ്കോയുടെ നവേന എൻ്റെ 7ാം ദിവസത്തിലാണ് നാം ഇന്ന്. 7 നമ്പർ പൂർണ്ണതയുടെ നമ്പറാണ്, നമുക്കറിയാം. എല്ലാ ദിവസവും ഇവിടെ നമുക്ക് ഒരുമിച്ച് വരാൻ സാധിച്ചിട്ടില്ല എന്ന് വരികിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷമുള്ളൊരു ദിവസമാണ് ഇന്ന്. സാധുക്കളുടെ സംരക്ഷകൻ, ആ സ്നേഹദീപം ഇവിടെ വെളിച്ചം പകരട്ടെ എന്ന്. ഡോൺ ബോസ്കോയെ കുറിച്ച് പല ജീവ ചരിത്രങ്ങളുമുണ്ട്. മലയാളത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഒരു ജീവനായത് എപ്പോഴും ഭദ്രമായിട്ട് നിലനിൽക്കുന്ന വെളിച്ചം പകരുന്ന വെളിച്ചം. ഡോൺ ബോസ്കോ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തെ പ്രകാശമാനമാക്കട്ടെ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കാരണത്താൽ ഇരുട്ട് എവിടെയെങ്കിലുമൊക്കെ വരുന്നുണ്ടോ എന്ന് വരികിൽ അതിനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് വെളിച്ചം പകർന്നു നൽകുന്ന ഒരു ഭദ്രദീപമായി ഡോൺ ബോസ്കോ നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ നവയ പാടിടും ഗീതം വാഴ്ക ഡോൺ ബോസ്കോ മാനവരാകെ മാനവരാകെ പാടിടും ഗീതം പാരിടമെങ്ങും നിൻപുകട്ടിങ്ങും ആശ്രിതരെ മാനവരാകെ ഡോൺ ബോസ്കോ മാനവരാകെ മാനവരാകെ ഡോൺ ബോസ്കോ. അനന്ത നന്മയും സ്നേഹസ്വരൂപനുമായ ദൈവമേ, പീച്ചിയിൽ ജനവാസ മേഖലയിൽ കാട്ടാന 5ഓളം തെങ്ങുകൾ മറിച്ചിട്ടു. പാണഞ്ചേരി പഞ്ചായത്തിലെ പീച്ചിയിലെ പള്ളിക്കുന്ന് മേഖലയിലാണ് കാട്ടാന ആക്രമണം നടത്തിയത്. പള്ളിക്കുന്ന് പ്രിൻസ് തച്ചിലിന്റെ പറമ്പിൽ ആന കയറി 5ഓളം തെങ്ങുകൾ മറിച്ചിട്ടു. പഞ്ചായത്ത് അംഗം സന്ധ്യ ഷാജി, മുൻ പഞ്ചായത്ത് അംഗം ബാബു തോമസ്, ആന്റണി ചിറ്റിലപ്പള്ളി, കുര്യൻ തെക്കേക്കര, സുഭാഷ് മേക്കര, വർഗീസ് കൊമ്പൻ, ഡെയ്സി വർഗീസ്, ജോസ് CK എന്നിവർ സ്ഥലത്ത് സന്ദർശനം നടത്തി. പീച്ചി വാർഡിൽ നിരന്തരമായി കാട്ടാന ഇറങ്ങുന്നത് പതിവാണ്. കർഷകരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നും അല്ലാത്തപക്ഷം കർഷകരെ പങ്കെടുപ്പിച്ച് വലിയ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും പഞ്ചായത്ത് അംഗം സന്ധ്യ ഷാജി പറഞ്ഞു. വാർഡ് 14 പള്ളിക്കുന്ന് പ്രദേശത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ജനവാസ മേഖലയില് സ്വകാര്യ വ്യക്തിയുടെ പറമ്പില് തെങ്ങ്, അതുപോലെ പ്ലാവ് ഇതെല്ലാം നശിപ്പിച്ച് ആന നശിപ്പിച്ചിട്ടിരിക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. ഇത് ഇത്രയേറെ ഇനിയിപ്പോ ചക്ക മൂത്തും കൂടി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആനയുടെ ശല്യം ഈ പ്രദേശത്ത് അതിരൂക്ഷമാണ്. എന്തെങ്കിലും അധികൃതര് DFOന്റെ നേതൃത്വത്തില്, ഫോറസ്റ്റ് അധികൃതരുടെ നേതൃത്വത്തില് എന്തെങ്കിലും കൃത്യമായ പ്ലാനിങ്ങോടുകൂടി എന്തെങ്കിലും കാര്യം ചെയ്താൽ മാത്രമേ ആനശല്യത്തിൽ കുറച്ചൊരു പരിധി വരെയെങ്കിലും കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ. ഫെൻസിങ് പാസ്സായി കിടക്കണമെന്ന് പറയുന്നുണ്ട്. അത് എത്രയും പെട്ടെന്ന് ചെയ്യാനുള്ള മാർഗങ്ങൾ കണ്ടെത്തി ജനങ്ങളുടെ ഭീതി കുറച്ച് ഒഴിവാക്കണമെന്ന് അപേക്ഷിക്കുന്നു. പീച്ചി പള്ളിക്കുന്ന് പ്രദേശത്ത് കൃഷിയിടങ്ങളിൽ ആന കുറച്ചു കാലങ്ങളായിട്ട് വളരെയധികം കൃഷി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ നിലവിലുള്ളത്. നമുക്കറിയാം, കാർഷിക മേഖല തകർന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇത്തരത്തിൽ തെങ്ങും വാഴയും പ്ലാവും അതുപോലെ തന്നെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഫലവൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നത് മുഴുവൻ ആന ഒരു രാത്രി കൊണ്ട് നശിപ്പിക്കുകയാണ്. അപ്പോൾ ഈ കഴിഞ്ഞ രാത്രിയിൽ ഈ പ്രദേശത്ത് ഒട്ടനവധി വീടുകളിൽ ആന വരികയും വീടിനോട് ചേർന്ന് നിൽക്കുന്ന തെങ്ങും അതുപോലെ തന്നെ പ്ലാവും വാഴയൊക്കെ നശിപ്പിച്ചിരിക്കുകയാണ്. കാലങ്ങളായിട്ട് ഈ പ്രദേശത്തുള്ള ആളുകൾ ഒന്നടങ്കം ആവശ്യപ്പെടുന്നതാണ് ഇതിനൊരു ശാശ്വതമായ പരിഹാരം കാണണമെന്നും ആന ഈ പ്രദേശത്തേക്ക് വരാതിരിക്കുന്നതിന് വേണ്ടി ജനങ്ങൾക്ക് സുരക്ഷിതത്വം കൊടുക്കുന്നതിന് വേണ്ടി നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ട് പല പ്രാവശ്യം നിവേദനങ്ങൾ കൊടുത്തിട്ടുള്ളതാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ.
അപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് 2 കിലോമീറ്ററോളം ദൂരത്തിൽ ഇവിടെ ഫെൻസിങ് നിർമ്മിച്ച് വലിക്കുന്നതിന് വേണ്ടി നടപടികളൊക്കെ നടന്നു, അത് പൂർത്തീകരിച്ചു. ഇത് ടെൻഡർ വെക്കാൻ പോകാമെന്ന് പറഞ്ഞു. ഇപ്പോൾ 1 വർഷമായി ഫെൻസിങ് നടപടി വന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഏകദേശം ഒരു 6 മാസം കൂടെ പിടിക്കും അതിൻ്റെ നടപടി വന്ന് അത് ടെൻഡർ കഴിഞ്ഞത് വലിച്ചു വരുമ്പോൾ. പക്ഷെ അത് എത്രയും പെട്ടെന്ന് അത് സ്പീഡ് ചെയ്ത് എത്രയും പെട്ടെന്ന് ഇവിടെ ഫെൻസിങ് വലിക്കുകയും അതുപോലെ തന്നെ വിളക്കുകൾ ലൈറ്റുകൾ സ്ഥാപിക്കുകയും ചെയ്തില്ലെങ്കിൽ ഈ നാട്ടിലെ ആളുകൾക്ക് ഈ പ്രദേശം വിട്ടു പോകേണ്ടതായിട്ടൊരു സാഹചര്യത്തിലേക്ക് വരുന്നത്. അപ്പോൾ അത്തരത്തിൽ ജനങ്ങളെ നാളിതുവരെയായിട്ട് ജനങ്ങൾക്ക് മനുഷ്യജീവന് ഈ പ്രദേശത്ത് യാതൊരു കോട്ടവും തട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ആ മനുഷ്യജീവനിലേക്ക് കൂടി കടന്നു വന്നു കഴിഞ്ഞാൽ ഇനി ഇത്തരത്തിലൊരു സംഭവം വന്നാൽ ഞങ്ങൾ കർഷകർ ഒന്നിച്ച് നിന്ന് പഞ്ചായത്തിൽ ഹർത്താലുകൾ ഉൾപ്പെടെയുള്ള പരിപാടികൾ നടത്തുമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് ഞങ്ങൾ നടത്തിയിരിക്കും. പഞ്ചായത്ത് സ്തംഭിപ്പിക്കത്തക്ക രീതിയിൽ ഫോറസ്റ്റ് ഓഫീസ് ഉപരോധിക്കുന്ന രീതിയിൽ ഞങ്ങൾ നടപടികളിലേക്ക് പോകും. അപ്പോൾ അതിനൊന്നും വഴിയൊരുക്കാതെ എത്രയും പെട്ടെന്ന് ഇതിനൊരു ശാശ്വത പരിഹാരം കാണണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഒല്ലൂർ നിയോജക മണ്ഡലത്തിന്റെ എല്ലാ മേഖലകളെയും ചേർത്ത് പിടിച്ച ബജറ്റാണ് ധനമന്ത്രി അവതരിപ്പിച്ചതെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരുമാറ്റി പദ്ധതിയുടെ അന്തസത്ത നശിപ്പിച്ചതായി DCC പ്രസിഡന്റ് ജോസഫ് ടാജൻ. മാടക്കത്ര പഞ്ചായത്ത് വയോജനങ്ങൾക്ക് വീടൊരുക്കുന്നതിന്റെ ശിലാസ്ഥാപനം പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര ഉദ്ഘാടനം ചെയ്തു. പടിഞ്ഞാറ് വെള്ളാനിക്കര ആണ്ടുണ്ണി ദേവർ ശിവക്ഷേത്രം പ്രതിഷ്ഠാദിനം വിവിധ പരിപാടികളോടെ സമാപിച്ചു. CTVയുടെ ഈ ബുള്ളറ്റിൻ സമാപിക്കുകയാണ്. നമസ്കാരം.